കേരള സർക്കാരിന്റെ 31/1/2024 മന്ത്രിസഭായോഗ തീരുമാനങ്ങൾ. വ്യവസായ വകുപ്പിന് കീഴിലെ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ മാനേജിംഗ് ഡയറക്ടർമാരെ നിശ്ചയിച്ചു. കേരള സ്റ്റേറ്റ് മിനറൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡ് രഞ്ജിത്ത് ലാൽ പി, കേരള ഓട്ടോമൊബൈൽസ് ലിമിറ്റഡ് രാജീവ് വി.എസ്, കേരള സ്റ്റേറ്റ് ടെക്സ്റ്റൈൽ കോർപ്പറേഷൻ ലിമിറ്റഡ് സുകുമാർ അരുണാചലം, കേരള മിനറൽസ് ആൻഡ് മെറ്റൽസ് ലിമിറ്റഡ് പ്രദീപ് കുമാർ പി, കേരള സ്റ്റേറ്റ് ഇലക്ട്രോണിക്സ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡ് ശ്രീകുമാർ നായർ, ട്രാവൻകൂർ കൊച്ചിൻ കെമിക്കൽസ് ലിമിറ്റഡ് രാജീവ് രാമകൃഷ്ണൻ. തിരുവനന്തപുരം പൂങ്കുളം കാക്കാമൂല റോഡുകളെ ബന്ധിപ്പിക്കുന്ന വെള്ളായണി പാലത്തിന്റെ നിർമ്മാണത്തിനുള്ള ടെൻഡർ മാനദണ്ഡങ്ങളിൽ ഇളവ് വരുത്തി അനുവദിച്ചു. റവന്യൂ വകുപ്പിൽ സൂപ്പർ ന്യൂമററിയായി രൂപീകരിച്ച 4 ഡെപ്യൂട്ടി കളക്ടർ മേഖലാ ലാൻഡ് ബോർഡ് ചെയർമാൻ തസ്തികകൾ 2 വർഷത്തേക്ക് താൽക്കാലികമായി സൃഷ്ടിക്കും. കേരള സ്റ്റേറ്റ് ഹോമിയോപ്പതിക് കോപ്പറേറ്റീവ് ഫാർമസി ലിമിറ്റഡിൽ താൽക്കാലികമായി അക്കൗണ്ടന്റ് തസ്തിക സൃഷ്ടിക്കും. ദി ഫാർമസ്യൂട്ടിക്കൽസ് കോർപ്പറേഷൻ കേരള ലിമിറ്റഡിൽ ജനറൽ വർക്കർ ഒഴികെയുള്ള സ്ഥിരം ജീവനക്കാർക്ക് 1/7/2019 പ്രാബല്യത്തിൽ 11ാം ശമ്പള പരിഷ്കരണം അനുവദിച്ചു നൽകും. പാലക്കയം വില്ലേജിലെ ലോവർ വട്ടപ്പാറ ചെറുകിട ജലവൈദ്യുത പദ്ധതി പാലക്കാട് ജില്ലാ പഞ്ചായത്തിന് അനുവദിക്കുന്നതിനുള്ള എനർജി മാനേജ്മെന്റ് സെന്റർ ഡയറക്ടറുടെ അഭ്യർത്ഥന വ്യവസ്ഥകൾക്ക് വിധേയമായി അംഗീകരിച്ചു.